അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വെൽക്കം ടു എജു തൻസീൽ തിയോളജിക്കൽ ഇ സ്കൂളിംഗ്. എജു തൻസീലിലെ ഇഹ്സാൻ ഗ്രാൻഡ് ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരും കണ്ടാൽ കൊതിക്കുന്ന, അസൂയപ്പെട്ടു പോകുന്ന ഒരു ഉപ്പയുടെയും മകളുടെയും ഇടയിലുള്ള സ്നേഹബന്ധത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അത്രമേൽ നിഷ്കളങ്കമായ ഒരു ബന്ധം, അത്രമേൽ മാതൃകയാവുന്ന ഒരു ബെറ്റർ ഹാഫിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അഷ്റഫുൽ ഹൽക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരളിന്റെ കഷ്ണമായ, സ്വർഗത്തിലെ തന്നെ സ്ത്രീകളുടെ നേതാവെന്ന് തിരുദൂതർ വിശേഷിപ്പിച്ച ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, ഖദീജ ബീവിയുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും 4ാമത്തെ പെൺകുട്ടിയായിരുന്നു മഹദി. റസൂലിന് നുബുവത്ത് ലഭിക്കുന്നതിന്റെ 5 വർഷം മുമ്പാണ് ഫാത്തിമ ബീവി ജനിക്കുന്നത്. റസൂലിന് ഫാത്തിമ ബീവിയോടും അവർക്ക് തിരിച്ചും അതിരറ്റ വാത്സല്യമായിരുന്നു ഉണ്ടായിരുന്നത്. തങ്ങളോടുള്ള സ്നേഹം കണ്ടിട്ട് സ്വഹാബകൾ അവർക്ക് ഉമ്മു ഹബീബ എന്ന പേര് വരെ നൽകിയിരുന്നു. അന്നൊരു ദിവസം കഅബയുടെ ചാരെ നിസ്കരിക്കുകയായിരുന്ന തങ്ങളുടെ അടുത്തേക്ക് ഇസ്ലാമിന്റെ വലിയ ശത്രുക്കളായിരുന്നവർ ഒരു ഒട്ടകത്തിന്റെ കുടൽമാലയുമായി വരികയും അത് സുജൂദിലായിരുന്ന നബിയുടെ കഴുത്തിലേക്ക് ഇടുകയും നബിയെ പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. ആ വാർത്ത തങ്ങളുടെ പൊന്നോമനയുടെ ചെവിയിൽ എത്തുകയും കേട്ട ഉടനെ തന്നെ ഹൃദയം വിങ്ങി അവർ തങ്ങളുടെ ചാരെ എത്തിയപ്പോൾ തൻ്റെ പിതാവിനെ, അള്ളാഹുവിൻ്റെ ദൂതനെ, ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ അഴുക്കിൽ മൂടപ്പെട്ട രീതിയിലായിരുന്നു ആ പൊന്നുമോള് കണ്ടത്. സുജൂദിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാതെ വിഷമിക്കുന്ന തൻ്റെ പിതാവിന്റെ സങ്കടം മനസ്സിലാക്കിക്കൊണ്ട് ഫാത്തിമ ബീവി തൻ്റെ 2 പിഞ്ചു കൈകൾ കൊണ്ടാണ് അത് എടുത്തു മാറ്റിയത്. ഇതെല്ലാം തിരുദൂതർക്കും ഫാത്തിമ ബീവിക്കും ഇടയിലുള്ള സ്നേഹത്തിന്റെ കഥകളെയാണ് വരച്ചു കാട്ടുന്നത്. ഏതൊരു ഉപ്പയും പോലെ തൻ്റെ മകൾക്കായി നല്ലൊരു പങ്കാളിയെ കണ്ടെത്തണമെന്ന് നബി തങ്ങളും ആഗ്രഹിച്ചിരുന്നു. ഈ വിവരമറിഞ്ഞ് ഒരുപാട് ആളുകൾ നബി തങ്ങളെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് അലി റളിയല്ലാഹു അൻഹു നബി തങ്ങളെ സമീപിക്കുന്നത്. തൻ്റെ മകൾക്കായി നബി തങ്ങൾ മനസ്സിൽ കണ്ടതും അലിയാർ തങ്ങളെ പോലെ തന്നെ ഒരാളെയായിരുന്നു. അതുകൊണ്ട് തന്നെ നോ എന്ന് പറയേണ്ട ഒരു ചെറിയ കാര്യം പോലും അവിടെ ഉണ്ടായിരുന്നില്ല. നബി തങ്ങൾക്ക് അലിയാർ തങ്ങളോട് അത്രത്തോളം ഇഷ്ടമായിരുന്നു ഉണ്ടായിരുന്നത്. നബി തങ്ങൾ ഒരിക്കൽ പറയുന്നുണ്ട്, ഞാൻ അറിവിന്റെ പട്ടണമാണെങ്കിൽ അലി അതിലേക്കുള്ള കവാടമാണ്. അങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിന്റെ ആ ചെറിയ വീട്ടിലേക്ക് കയറിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മകളെ ചേർത്ത് നിർത്തിയിട്ട് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. മോളെ, ഇവിടെ നിനക്ക് പട്ടിണിയും വിഷമവും എല്ലാം ഉണ്ടാവും, പക്ഷെ ഒരു വാക്ക് ഈ ഉപ്പ നിനക്ക് നൽകാം. നിനക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഭർത്താവിൻ്റെ കൈകളിലാണ് ഈ ഉപ്പ നിന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ പേരിൽ ഒരിക്കലും നിനക്ക് വിഷമിക്കേണ്ടി വരില്ല. അങ്ങനെ കുറച്ച് കാലങ്ങൾ കടന്നുപോയി. പട്ടിണിയായിരുന്നു പലപ്പോഴും. ഇപ്പോൾ ഫാത്തിമ ബീവി ഗർഭിണിയാണ്. ഒരിക്കൽ വെയിൽ കൊണ്ട് വാടിത്തളർന്ന് വീട്ടിലേക്ക് എത്തിയ അലി റളിയല്ലാഹു അൻഹു സലാം പറഞ്ഞ് വീട്ടിലേക്ക് പ്രവേശിക്കുകയും ഇരുവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു. ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഫാത്തിമ ബീവിയുടെ വായിൽ നിന്നും എനിക്ക് കുറച്ച് ഈത്തപ്പഴം കഴിക്കാനൊക്കെ ആഗ്രഹം ഉണ്ട് കേട്ടോ എന്നുള്ളത് വന്നത്. ഇതൊരിക്കലും എനിക്ക് ഈത്തപ്പഴം വേണം എന്നുള്ള വാശിയോ കാര്യങ്ങളോ ഒന്നുമില്ല, ചെറിയൊരു ആഗ്രഹമുണ്ട്, അത്രേ പറഞ്ഞോളൂ. അങ്ങനെ ഭക്ഷണം അടച്ചു വെക്കാൻ പറഞ്ഞുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു ഏറ്റവും നല്ല ഈത്തപ്പഴം എവിടെ നിന്നാണോ കിട്ടുക അങ്ങോട്ട് യാത്രയാകുകയാണ്. അങ്ങനെ ഏറ്റവും നല്ല ഈത്തപ്പഴം കിട്ടുന്ന സ്ഥലത്ത് പോയിട്ട് അത് വാങ്ങാൻ നോക്കുമ്പോൾ തങ്ങളുടെ കയ്യിൽ അതിനാവശ്യമായ പണമില്ലായിരുന്നു. തൻ്റെ അരപ്പട്ട ഊരി കൊടുത്തുകൊണ്ട് ഇതിനെന്താണോ കിട്ടുക അത് തന്നോളൂ എന്ന് പറഞ്ഞ് അതും വാങ്ങി തൻ്റെ പ്രിയതമയുടെ അടുത്തേക്ക് സന്തോഷവാനായി മടങ്ങുകയാണ്. പോകുന്ന വഴിയിൽ വെച്ച് വിശന്ന് വയറൊട്ടിയ ഒരാൾ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എനിക്ക് ആ ഈത്തപ്പഴം ഒന്ന് തരുമോ എന്ന്. അലി റളിയല്ലാഹു അൻഹു ആണെങ്കിൽ മറുത്തൊന്നും ഒരു വാക്കും പറയാണ്ട് ആ ഈത്തപ്പഴം അയാൾക്ക് വേണ്ടി കൊടുക്കുകയും ചെയ്തു. ഇത് കിട്ടിയ സന്തോഷത്തിൽ അയാൾ അത് മുഴുവൻ കഴിക്കുകയും ചെയ്തു. അങ്ങനെ വീട്ടിലേക്ക് എത്തിയ അലി റളിയല്ലാഹു അൻഹു തൻ്റെ പ്രിയതമയുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി തങ്ങളുടെ ഉള്ളിൽ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ രാത്രിയിൽ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഈത്തപ്പഴം കിട്ടാത്തതിൽ സങ്കടമൊന്നും ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ഫാത്തിമ ബീവി പറഞ്ഞ ഒരു മറുപടി ഉണ്ട്, എനിക്ക് ആ ഈത്തപ്പഴം കഴിച്ചാൽ കിട്ടുന്നതിനേക്കാൾ ഇരട്ടി സന്തോഷവും അതിൻ്റെ മധുരവും ഈ വാർത്ത കേട്ടപ്പോൾ അനുഭവിക്കാൻ പറ്റിയെന്നുള്ളത്. അങ്ങനെ പരാതിയോ പരിഭവമോ ഒന്നുമില്ലാതെ അവരുടെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് എത്തിയ സമയത്ത് ഫാത്തിമ ബീവി തകൃതിയായി വീട്ടുജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ മക്കളായ ഹസൻ ഹുസൈൻ തങ്ങളെ കുളിപ്പിക്കുന്നു, അവർ ഒരുക്കുന്നു, ഭക്ഷണം പാകം ചെയ്യുന്നു. അങ്ങനെ തിരക്കിട്ട ജോലിയിലാണ്. സാധാരണ അലി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് എത്തിയാൽ സ്നേഹം കൊണ്ട് വന്ന് പൊതിയുന്നവളാണ്. പതിവിലും വിപരീതമായിട്ട് ഇങ്ങനെയൊന്നും ഉണ്ടായപ്പോൾ അലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, എന്താ ഫാത്തിമ, ഞാൻ വന്നത് നീ ശ്രദ്ധിച്ചില്ലേ എന്നുള്ളത്. അപ്പോൾ ഫാത്തിമ ബീവി പറയുന്നുണ്ട്, ഞാനൊരു വിരുന്നിന് പോവുകയാണ്, തൽക്കാലം നിങ്ങളെയും മക്കളെയും ഒന്നും കൂട്ടാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ശരി പോയിക്കോളൂ, പക്ഷേ എപ്പോഴാണ് തിരിച്ചു വരിക എന്നുള്ളത്. ഫാത്തിമ ബീവി പറയുന്നു,
ഖിയാമത്ത് വരെ ഞാനിനി തിരിച്ചു വരില്ല എന്നുള്ളത്. ഇത് കേട്ടതും അലി റളിയല്ലാഹു ആകെ സ്തംഭിച്ച് നിന്നു പോവുകയാണ്. എന്താണ് ഫാത്തിമ നീ പറയുന്നത്? ആരാണ് നിന്നോട് ഇതെല്ലാം പറഞ്ഞത്? അങ്ങനെ ദിക്റുകളിലും സ്വലാത്തിലും പ്രാർത്ഥനയിലും ഒക്കെ ആയിട്ട് ഫാത്തിമ ബീവി ഇരിക്കുകയാണ്. അലി റളിയല്ലാഹു പള്ളിയിലേക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെ പോവുകയും ചെയ്തു. നബി തങ്ങൾ വഫാത്തായ 6 മാസത്തിന് ശേഷമാണ് ഫാത്തിമ ബീവി വഫാത്താകുന്നത്. ബീവിയെ മറവ് ചെയ്ത് എല്ലാവരും പിരിഞ്ഞതിന് ശേഷം അലി റളിയല്ലാഹു ഖബറിനോടായി സംസാരിക്കുന്നുണ്ട്. ഖബറെ, ഇന്നലെ വരെ എൻ്റെ കൂടെ കിടന്ന എൻ്റെ പ്രിയതമയാണ് ഇന്ന് എൻ്റെ കൂടെയുള്ളത്. ഒരിക്കലും നീ അവളെ വേദനിപ്പിക്കരുത് എന്നുള്ളത്. ഇത് മാത്രമല്ല, ഫാത്തിമ ബീവിയുടെ ആയിട്ടും അലി റളിയല്ലാഹു ഒരു കാര്യം പറയുന്നുണ്ട്. നീ പോയതിൽ പിന്നെ ഈ ലോകം ഒട്ടും സുന്ദരമല്ല ഫാത്തിമ. നീ ഇല്ലാതെ ഈ ലോകത്ത് ഒരുപാട് കാലം ജീവിക്കേണ്ടി വരുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. മാതൃകാപരമായ ഈ ചരിത്രത്തിന്റെ അവസാനം ഇങ്ങനെയാണ്. Ah